യേശു ജെറുസലേമിലേക്ക് രംഗപ്രവേശനം ചെയ്തത് ഒരു കഴുതക്കുട്ടിയോടൊരുമിച്ച. ആളുകൾ തങ്ങളുടെ വസ്ത്രങ്ങൾ ആ കഴുതക്കുട്ടിയുടെ പുറത്ത് ഇട്ടു. യേശു കർത്താവ് അതിന് മുകളിൽ കയറിയിരുന്നു. തങ്ങളുടെ വസ്ത്രങ്ങളെയും മരച്ചില്ലകളെയും യേശു കടന്നു വരുന്ന വീഥികളിൽ അവർ നിരത്തിയിട്ട് ഉച്ചത്തിൽ പാടി, ദാവീദിൻ പുത്രന് ഓശാന. ജനമെല്ലാം അത് ഏറ്റുപാടുകയാണ്. വളരെ സന്തോഷത്തിൻ്റെ ഒരനുഭവമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവിടെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് യേശു കർത്താവിന്മേൽ ആണ് എങ്കിലും അതിനേക്കാൾ അപ്പുറമായി ആ കഴുതക്കുട്ടി ഒരു വലിയ ചോദ്യചിഹ്നമായി അവിടെ അവശേഷിക്കുകയാണ്. യഹൂദിനെ സംബന്ധിച്ച് ഒരു കഴുത എന്ന് പറയുന്നത് അവഗണിക്കപ്പെട്ട മൃഗമാണ്, എല്ലാവരാലും തള്ളപ്പെട്ട മൃഗമാണ്, അടിമകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, ചുമടുകൾ ചുമക്കുവാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ് കഴുത എന്നുള്ളത്. എന്നാൽ യേശു കർത്താവ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുവാൻ തിരഞ്ഞെടുത്തത് ആ കഴുതക്കുട്ടിയെ. അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ ചിന്തിക്കാം: ഏറ്റവും അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഭൂജാതനായത്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും എല്ലാവരാലും അവഗണിക്കപ്പെട്ടവരാ. യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ രക്ഷിപ്പാൻ അത്രേ വന്നത്. ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരും പാപികളാണ്. പാപിയായ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്ന്, എല്ലാവരാലും അവഗണിക്കപ്പെട്ടവരെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്ന്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ സ്വന്തം ശരീരത്തിന്മേൽ ഏറ്റെടുത്തുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നമുക്ക് വേണ്ടി മരിക്കുവാൻ അവന് പ്രസാദമായി തീർന്നു. ആ യേശുവിൻ്റെ സ്നേഹമാണ് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഓശാന ദിവസം യേശുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമായിട്ട് തീരട്ടെ, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ദിവസമായി തീരട്ടെ, നമ്മുടെ പ്രത്യാശയുടെ ദിവസമായി തീരട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഓശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം തിരുനാമം മുഴങ്ങിടുന്നു. കർത്താവിൻ നാമത്തിൽ വന്നവനെ അത്യുന്നതങ്ങളിലോശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന ഓശാന ഓശാന. മലരും തളിരും മലനിരയും മണ്ണും വിണ്ണും നിറഞ്ഞവനെ, മാനവ മാനസമാനകറ്റാൻ മനുജനായി മഹിതന്നിൽ പിറന്നവനെ ഓശാന ദാവീദിൻ സുതനേ ഓശാന ഓശാന ഓശാന.
മതിൽ മരുവുന്ന പരമ്പൊരുളേ ഓശാന ദാവീദിൻ സുതനേ ഓശാന ഓശാന ഓശാന. ലോകോത്തര മത നേതാക്കന്മാരിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന് യേശു കർത്താവിനെ വ്യത്യസ്തനാക്കുന്നത് യേശു കർത്താവിൻ്റെ ശ്രദ്ധേയമായ അവകാശവാദങ്ങൾ നിമിത്തമാണ്. 7 പ്രധാനപ്പെട്ട അവകാശവാദങ്ങൾ യേശു കർത്താവ് ഉന്നയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ ഒരു അവകാശവാദമാണ് യേശു കർത്താവ് ഉന്നയിച്ചത്, ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്നുള്ളത്. യേശു കർത്താവ് നല്ല ഇടയനാണ്. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു എന്നുള്ളതാണ് അവൻ നല്ല ഇടയനാകുവാനുള്ള കാരണം. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് കേവലം ജനിച്ച് ജീവിച്ച് സന്തുഷ്ടമായിട്ട് മുമ്പോട്ട് പോകുവാനല്ല. യേശു കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. കാൽവറിയിലെ ക്രൂശിൽ യേശു കർത്താവ് ഒടുവിലത്തെ തുള്ളി രക്തം വരെയും കൊടുക്കുമ്പോൾ മനുഷ്യവർഗത്തോട് താൻ കാണിച്ച സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു പടയാളി തൻ്റെ കയ്യിലിരുന്ന കുന്തമുന കൊണ്ട് യേശുവിൻ്റെ വിലാവ് കുത്തി തുറക്കുമ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഇറ്റിറ്റ് വീഴുകയാണ്. ഒടുവിലത്തെ തുള്ളി ചോരയും തൻ്റെ ചങ്കിൽ നിന്ന് ഊറ്റിത്തന്ന് തൻ്റെ സ്നേഹിതരെ, ലോകത്തിലെ ജനത്തെ, തൻ്റെ സൃഷ്ടികളെ രക്ഷിച്ച, സ്നേഹിച്ച നിസ്തുല്യനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ വിട്ടുപോകുവാൻ നമുക്കിടയാകരുത്. ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം നഷ്ടമാകുവാൻ ഇടയാകരുത്. ആ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയായിട്ട് തീരട്ടെ. ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ, ഇടറും മനമായി തളരും എന്നിൽ ജീവനായി വന്നിടുമോ, ഒരു സാന്ത്വനമായി കുളിർ കാറ്റുപോലെ അണയൂ എന്നിൽ പ്രിയനീശോ. ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ. കാലം മനതാരിലേകിയ ദുഃഖങ്ങൾ നിന്നോടു പങ്കുവയ്ക്കാം. ആരും കാണാതെ പോയൊരു നന്മകൾ നിന്നോടു ചേർത്തണയ്ക്കാം. കാലം മനതാരിലേകിയ ദുഃഖങ്ങൾ നിന്നോടു പങ്കുവയ്ക്കാം. ആരും കാണാതെ പോയൊരു നന്മകൾ നിന്നോടു ചേർത്തണയ്ക്കാം. മനസ്സിൻ്റെ ഉള്ളിലെ വേദനയെല്ലാം കുരിശോടു ചേർക്കേണമേ. ജീവന്റെ നാഥനമീശോ
ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ? വിങ്ങുമെൻ മനസ്സിൻ്റെ നൊമ്പരമെല്ലാം മുത്തായി മാറ്റിടുവാൻ ജീവൻ വറ്റിയോരാത്മാവിലിത്തിരി ജീവൻ പകർന്നിടുവാൻ. വിങ്ങുമെൻ മനസ്സിൻ്റെ നൊമ്പരമെല്ലാം മുത്തായി മാറ്റിടുവാൻ ജീവൻ വറ്റിയോരാത്മാവിലിത്തിരി ജീവൻ പകർന്നിടുവാൻ. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമായി മാറാൻ എന്നെ ഒരുക്കിയിടുമോ? വിളക്കായി തെളിഞ്ഞിടുമോ? ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ? ഇടറും മനമായി തളരും എന്നിൽ ജീവനായി വന്നിടുമോ? ഒരു സാന്ത്വനമായി കുളിർക്കാറ്റുപോലെ അണയൂ എന്നിൽ പ്രിയനീശോ. ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ? യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് കലങ്ങിമറിയുന്ന യോർദാന്റെ തീരത്തൂടെ നടന്നു പോകുന്ന യേശുവിനെ നോക്കി സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിന് നൽകിയിരിക്കുന്ന പേരുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ 2 പേരുകൾ, ഒന്ന് അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, മറ്റൊന്ന് അവൻ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ മുഴുവൻ ഒരു കുഞ്ഞാടായിട്ടാണ് അവൻ ജീവിച്ചത്. യേശു കർത്താവ് ക്രൂശിൽ മരിക്കുന്നതും ഒരു കുഞ്ഞാടായിട്ടാണ്. ഹോശാന ദിവസം കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിപ്പോകുന്നതും ഒരു കുഞ്ഞാടാണ്. ആ കുഞ്ഞാടിൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അറുക്കപ്പെടുവാൻ വേണ്ടിയാണ് ആ കുഞ്ഞാട് പൂജാതനായത്. ആ കുഞ്ഞാടിനെയാണ് സ്നാപക യോഹന്നാൻ വെളിവാക്കി കാണിച്ചത്. ആ കുഞ്ഞാടാണ് കാൽവറിയിലെ ക്രൂശിൽ മരിക്കുവാൻ ഇടയായി തീർന്നത്. എന്നാൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ കുഞ്ഞാട് വീണ്ടും ഇതാ മറ്റൊരു നിലയിൽ അവതരിക്കുവാൻ പോകുന്നു. അവനെക്കുറിച്ചാണ് വായിക്കുന്നത്, അവൻ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമാണ്. കുഞ്ഞാട് മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ചു, പാപത്തിന് പരിഹാരം വരുത്തി. തന്നിൽ വിശ്വസിക്കാതെ, കുഞ്ഞാടിൽ അംഗീകരിക്കാതെ, കുഞ്ഞാടിനെ സ്നേഹിക്കാതെ ജീവിക്കുന്ന സകല മനുഷ്യരെയും ന്യായം വിധിക്കുന്ന ന്യായാധിപതിയായി കടിച്ചു കീറുന്ന സിംഹത്തെ പോലെ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ യേശു വീണ്ടും മനുഷ്യവർഗത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് പോവുകയാണ്. പ്രിയ സ്നേഹിത, യേശു താങ്കളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞാടാണോ? കുഞ്ഞാടാണെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന്, യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തിനായിട്ട് അങ്ങ് ക്രൂശിൽ മരിച്ചു, ഞാൻ അങ്ങയെ എൻ്റെ നാഥനും കർത്താവുമായി അംഗീകരിക്കുന്നു എന്ന് ഏറ്റുപറയുക. സ്വർഗത്തിൻ്റെ പങ്കാളികളാകുവാൻ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
കണ്ടു ഞാനാ കാൽവരിയിൽ കനലിൽ എരിയും യാഗം. കേട്ടു ഞാനാ കാൽവരിയിൽ സ്നേഹസാന്ത്വനരാഗം. കണ്ടു ഞാനാ കാൽവരിയിൽ കനലിൽ എരിയും യാഗം. കേട്ടു ഞാനാ കാൽവരിയിൽ സ്നേഹസാന്ത്വനരാഗം. യൂദയിൻ സിംഹമന്ന് കുഞ്ഞാടായി തീർന്നഹോ ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞു താൻ. യൂദയിൻ സിംഹമന്ന് കുഞ്ഞാടായി തീർന്നഹോ ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞു താൻ. കണ്ടു ഞാനാ കാൽവരിയിൽ കനലിൽ എരിയും യാഗം. കേട്ടു ഞാനാ കാൽവരിയിൽ സ്നേഹസാന്ത്വനരാഗം. നരകാഗ്നി തന്നിൽ എരിയേണ്ട ഞാനിതാ നഗലോകം പൂകുവാനയാഗമായി താൻ. നരകാഗ്നി തന്നിൽ എരിയേണ്ട ഞാനിതാ നഗലോകം പൂകുവാനയാഗമായി താൻ. കണ്ടു ഞാനാ കാൽവരിയിൽ കനലിൽ എരിയും യാഗം. കേട്ടു ഞാനാ കാൽവരിയിൽ സ്നേഹസാന്ത്വനരാഗം. പാപഭാരം നീങ്ങി ഞാൻ വാഴും നീ ഭൂമിയിൽ പരമരാജാ നിൻ സമ്പൂർണയാഗത്താൽ. പാപഭാരം നീങ്ങി ഞാൻ വാഴും നീ ഭൂമിയിൽ പരമരാജാ നിൻ സമ്പൂർണയാഗത്താൽ. കണ്ടു ഞാനാ കാൽവരിയിൽ കനലിൽ എരിയും യാഗം. കേട്ടു ഞാനാ കാൽവരിയിൽ സ്നേഹസാന്ത്വനരാഗം. കണ്ടു ഞാനാ കാൽവരിയിൽ കനലിൽ എരിയും യാഗം. കേട്ടു ഞാനാ കാൽവരിയിൽ സ്നേഹസാന്ത്വനരാഗം. ഓശാന ഓശാന ദാവീദിൻ
ഹോശാന ഹോശാന